എൻ്റെ മാർക്കറ്റ് വിസിറ്റ് കടന്നാളുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്രാവശ്യം സമർപ്പിക്കുന്നത് റെഡ് ഫോർട്ട് സന്ദർശനമാണ്. സൺഡേ എന്നുള്ള കാര്യം മറന്ന് പടം മേടിച്ച് പന്തളത്തി എന്നപ്പോൾ പന്തളം കൊളുത്തി പടം. ഈ സാധനം സിറ്റുവേഷനെ പറ്റിയതാണോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ തിരിച്ച് ഞാൻ മാർക്കറ്റിൽ ചെന്ന പോലെ അതേ ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. കാരണം അതുപോലെ ആൾക്കാരും ഷോപ്പുമായിരുന്നു അകത്ത്. പിന്നെ ചോദിച്ചു പറഞ്ഞ് അറിഞ്ഞു വന്നപ്പോഴാണ് ഈ ബസാറിന്റെ ദുരുദ്ദേശം ഞാൻ അറിഞ്ഞത്. ഷാജഹാൻ എന്ന മുഗൾ ചക്രവർത്തി ഇവിടെ താമസിച്ചു നിന്ന മുഗൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു ഷോപ്പിംഗ് ബസാറാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. അവർ വെളിയിൽ പോയി ഷോപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഐഡിയോളജി ആയിരിക്കാം മേ ബി. ഏതായാലും പുള്ളി ഒരു ചില്ലറക്കാരനല്ല. ഇവിടുത്തെ ബിൽഡിങ്ങിന്റെ ഏതോ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് താജ്മഹലുമായിട്ട് സാമ്യമുള്ള പോലെ തോന്നി. പിന്നെ ഞാൻ ഗൂഗിൾ അടിച്ചു നോക്കിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. താജ്മഹലിന്റെ ആർക്കിടെക്റ്റും ഇത് പണിതിരിക്കുന്ന ആർക്കിടെക്റ്റും ഒരാൾ തന്നെയാണ്. അപ്പോൾ സാമ്യത തോന്നുന്നത് സ്വാഭാവികമായിരിക്കാം. പണ്ട് ഇതിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ് നമ്മുടെ രാജാവ് ആൾക്കാരുടെ കംപ്ലയിൻസും പ്രശ്നങ്ങളും ഒക്കെ കേട്ടോണ്ടിരുന്നു, അവർക്ക് റിപ്ലൈ കൊടുത്തോണ്ടിരുന്നത്. അതുകൊണ്ട് ഈ കൺസ്ട്രക്ഷനെ ദ ഹാൾ ഓഫ് പബ്ലിക് ഓഡിയൻസ് എന്നാണ് വിളിക്കപ്പെടുന്നത്. ഇനി ചെങ്കോട്ടയുടെ ഉള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പുറത്ത് കാണുന്ന തിരക്കും